ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2025 നീറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നീറ്റിലെ ക്വസ്റ്റ്യന് എന്താണ് ജെയിൽ കാര്യം എന്ന് ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ആലോചിക്കുന്നുണ്ടാവില്ല. കാരണം നീറ്റ് ഈ പ്രാവശ്യം വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് വന്നത്. എസ്പെഷ്യലി ഫിസിക്സ് വളരെ ബുദ്ധിമുട്ടായിരുന്നു, കുട്ടികൾ നന്നായിട്ട് കുഴക്കി. ജെഇ മെയിൻ അഡ്വാൻസ്ഡ് ലെവലിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് നോക്കിയ സമയത്ത് അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻ എനിക്ക് ഒന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് ഒരു ഫ്ലൂയിഡ്സിലെ ഒരു സർഫസ് ടെൻഷൻ റിലേറ്റഡ് ഒരു ആംഗിളൊക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. ബാക്കിയൊക്കെ ഒരു ജെഇ മെയിൻ ലെവൽ എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്ന് കുട്ടികളെ ഭയങ്കരമായിട്ട് കുഴക്കി ബുദ്ധിമുട്ടാക്കി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മളൊന്ന് എടുത്ത് അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൽ എനിക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നിയത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ സം അപ്രോപ്രിയേറ്റ് യൂണിറ്റ്സ് ദ ടൈം ആൻഡ് പൊസിഷൻ, പിന്നെ ആക്സലറേഷൻ, ഈ ടെർമിനോളജീസ് ഒക്കെ പ്രകാരം ഇതൊരു പ്രോപ്പർ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിനൊരു ഫിസിക്സ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ടതില്ല. ഒരു പ്രോപ്പർ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് വെലോസിറ്റി, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ആക്സലറേഷൻ. അപ്പോൾ ഈ ആക്സലറേഷൻ എന്നുള്ളതിനെ ഒരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന നിലക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യം വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ദ ഐഡിയ ഈസ് വെരി സിമ്പിൾ. If we have a function y is equal to fx, then dy by dx is very easy. ഇതിന്റെ f dash x, ഈ fxന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. d square y by dx square ആണെങ്കിൽ അത് അതിനേക്കാൾ എളുപ്പമാണ്. ഇങ്ങനെ f double dash x ഇങ്ങനെ എഴുതി പോയാൽ മതി. പക്ഷേ ഇതേ സാഹചര്യത്തിൽ y equal to fx തന്നിട്ട് dy by dx പകരം dx by dy ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അത് 1 by dy by dx ആണ്. If the question is to find out dx by dy, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ dy by dx തന്നെ എടുക്കുക, എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. സോ dx by dy ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് dy by dx. പക്ഷെ ഇവിടുത്തെ പ്രശ്നം d സ്ക്വയർ എക്സ് ബൈ dy സ്ക്വയർ. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് f ഡാഷ് എക്സ്, സെക്കൻഡ് ഡെറിവേറ്റീവ് f ഡബിൾ ഡാഷ് എക്സ് ആവുന്നത് പോലെ d സ്ക്വയർ y ബൈ dx സ്ക്വയർ ഇതേപോലെ റെസിപ്രോക്കൽ എടുത്തിട്ട് കാര്യമില്ല. ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 1 by d സ്ക്വയർ y by dx സ്ക്വയർ. ഇതിങ്ങനെ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ സംശയമായി പിന്നെ അത് എന്താണ്? ദാറ്റ് ഇസ് വെരി ഈസി. d സ്ക്വയർ എക്സ് ബൈ dy സ്ക്വയർ പറ്റുന്നവരൊക്കെ കാണാണ്ട് പഠിച്ചു വെക്കുക. ദിസ് ഇസ് മൈനസ് ഓഫ് d സ്ക്വയർ y by dx സ്ക്വയർ ഡിവൈഡഡ് ബൈ dy by dx ദ ഹോൾ ക്യൂബ്. ദിസ് ഇസ് ദി ഐഡിയ. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആകെ അറിയേണ്ട കാര്യം. ഇതറിയാവുന്ന ആളുകൾക്ക് ഇത് വളരെ ക്വിക്കായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് സോൾവ് ചെയ്യാം. d സ്ക്വയർ എക്സ് ബൈ dy സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഓഫ് d സ്ക്വയർ y by dx സ്ക്വയർ ഡിവൈഡഡ് ബൈ dy by dx ദ ഹോൾ ക്യൂബ്. എന്താണ് അതിന്റെ പ്രൂഫ്? വാട്ട് ഈസ് ദി ഐഡിയ ബിഹൈൻഡ് ഇറ്റ്? ഇപ്പൊ d സ്ക്വയർ എക്സ് ബൈ dy സ്ക്വയർ എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഈസ് d ബൈ dy ഓഫ് dx by dy ആണ്. d സ്ക്വയർ by dx സ്ക്വയർ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, which is the derivative of dx by dy with respect to y. So this is d by dy of dx by dy എന്താന്ന് നമ്മൾ ഇവിടെ ഓൾറെഡി പഠിച്ചു. dx by dy is 1 by dy by dx. So 1 by dy by dx. അപ്പോൾ ഇതിനെ നമ്മൾ ഈ 1 by dy by dx നെ നമ്മൾ y കൊണ്ട് ഒരു തവണയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ ചെയിൻ റൂൾ ഉപയോഗിച്ച് 1y ന്റെ ഡെറിവേറ്റീവ് വരിക മൈനസ് 1 by dy by dx ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ dy by dx ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x വരിക d സ്ക്വയർ y by dx സ്ക്വയർ. ബട്ട് വി ആർ നോട്ട് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x ബട്ട് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y. അതുകൊണ്ട് ഈ x നെ ഇനി y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഇൻറ്റു dx by dy വരും. ഈ dx by dy 1 by dy by dx തന്നെയാണ്. അപ്പോൾ അതുകൂടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ സ്ക്വയർ മാറി ക്യൂബ് ആവും. സോ മൈനസ് ഓഫ് d സ്ക്വയർ y by dx സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ dy by dx ദ ഹോൾ ക്യൂബ്. ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ ഇതാണ് കാര്യം. d സ്ക്വയർ എക്സ് ബൈ dy സ്ക്വയർ. d സ്ക്വയർ y by dx സ്ക്വയർ വളരെ എളുപ്പമാണ്. പക്ഷേ നേരെ തിരിച്ച് d സ്ക്വയർ എക്സ് ബൈ dy സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാൽ മൈനസ് ഓഫ് d സ്ക്വയർ y by dx സ്ക്വയർ ഡിവൈഡഡ് ബൈ dy by dx ദ ഹോൾ ക്യൂബ് എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് പൊസിഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം അങ്ങനെയാണ് തരിക. ഇത് അത് തന്നെയാണ്, പക്ഷേ ഇതൊരു t ഇൻ ടേംസ് ഓഫ് എക്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്സലറേഷൻ ആണ് ചോദ്യം. ആക്സലറേഷൻ നമുക്കറിയാം, ആക്സലറേഷൻ എന്ന് പറയുന്നത് d സ്ക്വയർ എക്സ് ബൈ dt സ്ക്വയർ ആണ്. പക്ഷേ ഇവിടെ എക്സ് ഇൻ ടേംസ് ഓഫ് ടി അല്ല, പകരം ടി ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ച ഫോർമുല പ്രകാരം d സ്ക്വയർ എക്സ് ബൈ dt സ്ക്വയർ വിൽ ബി മൈനസ് ഓഫ് d സ്ക്വയർ ടി ബൈ dx സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ dt by dx the whole cube. d square t by dx square minus of d square t by dx square divided by dt by dx the whole cube. d square t by dx square എന്ന് പറഞ്ഞാൽ ടൈമിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആണ്. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2x പ്ലസ് 1, സെക്കൻഡ് ഡെറിവേറ്റീവ് 2xന്റെ ഡെറിവേറ്റീവ് 2, 1ന്റെ ഡെറിവേറ്റീവ് 0. സോ മൈനസ് ഓഫ് 2 ഡിവൈഡഡ് ബൈ dt by dx is the first order derivative of this function x square plus x. x square plus x in the first derivative 2x plus 1.
So 2x plus 1 the whole cube. So the answer is -2 divided by 2x plus 1 the whole cube, which is available in option 1. അതായത് ഈ തിയറി നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ ആക്സലറേഷൻ ഈക്വൽ ടു d²x/dt² മൈനസ് ഓഫ് d²t/dx² ഡിവൈഡ് ബൈ dt/dx the whole cube എന്ന് എഴുതാനുള്ള കാര്യം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഈ ഒരു 4 ലൈൻ ഇത്ര നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു 4 സ്റ്റെപ്പ് ഒരൊറ്റ ലൈനിൽ ഇങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത്രയും സിമ്പിളാണ്. അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതൊരു ഫിസിക്സ് എന്നുള്ളതിലുപരി ഇതൊരു പ്രോപ്പർ കാൽക്കുലസ് ആണ്. ഇതൊരു മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഒരു വാദം. ഫിസിക്സുകാരെ സംബന്ധിച്ചിടൊന്നും അറിയില്ല. ഇത് 2025 നീറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങോട്ടേക്ക് എടുത്തതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യുക എന്ന് അറിയില്ല. ഈ റെസിസ്റ്റൻസ് ഒക്കെ സീരീസിലാണെന്നുണ്ടെങ്കിൽ അത് R1+R2 ആണ്, പാരലൽ ആണെങ്കിൽ R1R2 ഡിവൈഡഡ് ബൈ R1+R2 ആണ് എന്നറിയാം. ഇനി ഇങ്ങനെ വന്നാൽ തന്നെ ഇതൊരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിങ്ങനെ ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുകയാണ് കുട്ടികൾ പൊതുവിൽ ചെയ്യുക. അപ്പോൾ ഇവിടെ 1, 2 ഇവിടെ 2, 4 ആയിരുന്നു, ഇത് ബാലൻസ്ഡ് ആണ്, അപ്പോൾ ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല എന്ന് കുട്ടികൾക്ക് പറയാനറിയാം. പക്ഷെ അങ്ങനെ ബാലൻസ്ഡ് അല്ലാത്തൊരു ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് പൊതുവിൽ നീറ്റ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വളരെ കൺഫ്യൂസിംഗ് ആണ്. ജെയ്ക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എടുത്തത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ കോൺസ്റ്റന്റ് വോൾട്ടേജ് 50 വോൾട്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി. എ ബിക്ക് ഇടയ്ക്ക് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് 50 മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് ഒന്നുമില്ല, അവിടെ ഒരു 50 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ആസ് ഷോൺ ഇൻ ദ ഫിഗർ ദ കറണ്ട് ത്രൂ ദ ബ്രാഞ്ച് സി ഡി ഇൻ ദ സർക്യൂട്ട്. സിയിൽ നിന്ന് ഡിയിലേക്ക് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഡിയിൽ നിന്ന് സിയിലേക്ക് അങ്ങോട്ടേക്ക്, അറിയില്ല എങ്ങോട്ടേക്കാണെന്ന്. അങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര ആംബിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2 ആംബിയർ, 2.5 ആംബിയർ, 3 ആംബിയർ, 1.5 ആംബിയർ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പല മെത്തേഡ്സ്, നോഡൽ അനാലിസിസ്, മെഷ് അനാലിസിസ്, ലൂപ്പ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എൻജിനീയറിംഗ് ടെക്നിക്കുകൾ കുറേ നിങ്ങൾ ഭാവിയിൽ പഠിക്കും. പക്ഷെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു മെഷ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണത്. പക്ഷെ ഇത് എളുപ്പമാണ്, വേഗത്തിൽ പഠിക്കാം. ഈ ഒരു ലൂപ്പിൽ ഇങ്ങനെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് I1 ഉണ്ട്. ഇത് എനിക്ക് മാത്രം അറിയാവുന്ന, ഞാൻ ഇതിൽ കണ്ടുപിടിച്ചൊരു കാര്യമൊന്നുമില്ല. യൂഷ്വലി ടീച്ചർമാർ സോൾവ് ചെയ്യുന്നവർ തന്നെയാണ്. JEE സ്റ്റുഡൻസിന് ഇത് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും. കാരണം JEEക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ക്ലാസ്സുകളിൽ ഇത് പൊതുവിൽ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ നീറ്റിന് ഇങ്ങനെയൊന്നും വരില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇത്രയും ഡെപ്തിൽ ഇറങ്ങി പഠിപ്പിക്കാറില്ല. കുട്ടികൾ ഇങ്ങനത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കൊണ്ട് ഡൗട്ടായിട്ട് വന്നാൽ തന്നെ ടീച്ചർമാർ പലപ്പോഴും ഇത്രയൊന്നും നീറ്റിന് വരാറില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വർഷം അതിനൊക്കെ ഒരു തിരുത്തൽ വരേണ്ടി വരും എന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണിക്കുന്നത്. എനിവേ, ഇവിടെ ഒരു I1 എന്ന് പറയുന്ന ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതായിട്ടും ഈ ഒരു ലൂപ്പിനകത്ത് I2 എന്ന് പറയുന്ന ഒരു കറണ്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതായിട്ടും ഈ ഒരു വലിയ ലൂപ്പ് ഇങ്ങനെ കാണുന്ന ഒരു ലൂപ്പിനകത്ത് I3 എന്ന് പറയുന്ന ഒരു കറണ്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. ഇനി ഇതിന് ഓരോ ലൂപ്പിനകത്തും KVL അഥവാ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുക. അതായത് ഇതിനകത്ത് ഓരോ റെസിസ്റ്റൻസിലും ഓരോ ബാറ്ററി ഇങ്ങനത്തെ ഉള്ള ഓരോ കറണ്ട് എലമെന്റ്സ്, ഓരോ ഇലക്ട്രിക്കൽ ഡിവൈസസിലും ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പുകളുടെ ഓൾജിബ്രിക് സമ്മ് എപ്പോഴും 0 ആയിരിക്കും. അതാണല്ലോ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. അത് ഓരോന്നായിട്ട് ഓരോ ലൂപ്പിലായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ I1, I2, I3 ഉള്ള 3 ഇക്വേഷൻസ് കിട്ടും. അത് മൂന്നും സോൾവ് ചെയ്യുമ്പോൾ I1, I2, I3 ഒക്കെ വാല്യൂ കിട്ടും. എന്നിട്ട് ഇതിനകത്ത് ഈ CD കകത്തുള്ള കറണ്ട് എന്ന് പറയുന്നത് I1 ഫ്ലോയിങ് ഫ്രം C to D, ഇങ്ങനെ ഡൗൺവേർഡ്, അതായത് ക്ലോക്ക് വൈസിലായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ I1 ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, I2 ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ I1നും I2നും ഇടയ്ക്കുള്ള ഡിഫറൻസ് ആയിരിക്കും ഈ CD എന്ന് പറയുന്ന ബ്രാഞ്ചിലുള്ള കറണ്ട് വരിക. ഇങ്ങനെ ഏത് ബ്രാഞ്ചിൽ ചോദിച്ചു കഴിഞ്ഞാലും ഈ ബ്രാഞ്ചിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഡിഫറൻസ് ഓഫ് I2 ആൻഡ് I3. ഈ ബ്രാഞ്ചിലാണെങ്കിൽ അത് പ്യൂർലി I2 മാത്രമാണ്. ഈ ബ്രാഞ്ചിലാണെങ്കിൽ I1 മാത്രമാണ്. ഇവിടെയാണെങ്കിൽ ദാറ്റ് ഇസ് എ ഡിഫറൻസ് ഓഫ് I1 ആൻഡ് I3. അങ്ങനെ ലൈക്ക് ദാറ്റ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നെറ്റ് വോൾട്ടേജ് 0 ആണ് എന്നുള്ള ഫസ്റ്റ് KVL ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇവിടെ 1 ohm റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ I1 തന്നെയാണ്. I1 × 1 + 3 × I1 is in this direction. ഈ ഡിയിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ്, I3 ഇങ്ങോട്ടേക്കാണ്. സോ I1 - I3 is equal to 0. ദിസ് ഇസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഇത് വേണമെങ്കിൽ ഒന്ന് ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്താൽ I1 + 3I1 4I1 - 3I3 is equal to 0. വേണമെങ്കിൽ 4I1 is equal to 3I3 എന്നൊക്കെ ആക്കി വെക്കാം. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. അതേപോലെ നമുക്ക് ഈ ലൂപ്പിലേക്ക് കിടക്കാം. ഇവിടെ റെസിസ്റ്റൻസ് 2, ഇവിടെ 4 ആണ്. സോ 2I2 + 4 × I2 - I3 is equal to 0. ഇവിടുന്ന് 2 വേണമെങ്കിൽ ഇപ്പോഴേ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 3I2 - 2I3 is equal to 0. So 3I2 is equal to 2I3. Let this be equation number 2. ഇനി താഴെയുള്ള ഈ ലൂപ്പിലേക്ക് വരിക. ഇവിടെ ഒരു റെസിസ്റ്റൻസ് 3 ആണ്. I3 അങ്ങോട്ടേക്ക്, I1 ഇങ്ങോട്ടേക്ക്. സോ 3 × I3 - I1 പ്ലസ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇസ് 4 പ്ലസ് 4 × I3 ഇങ്ങോട്ടേക്ക്, I2 ഇങ്ങോട്ടേക്ക്. സോ I3 - I2 ദെൻ അത് വന്നിട്ട് 0 അല്ല, അതിവിടെ ഒരു 50 വോൾട്ട് ബാറ്ററിയിലേക്കാണ്, അതിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് വരുന്നത്. സോ -50 = 0 അല്ലെങ്കിൽ = 50.
അതാണ് അതിനകത്തുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. അതായത് ഈ ബാറ്ററി കൊടുക്കുന്ന പൊട്ടൻഷ്യൽ 50 വോൾട്ട് ഈ രണ്ട് റെസിസ്റ്റൻസുകളായാലും ഡ്രോപ്പായി പോകും. ഇയാൾ വോൾട്ടേജിനെ സപ്ലൈ ചെയ്യും, ഇവർ രണ്ടുപേരും അത് ഡിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ 3i1 4i1 ടോട്ടൽ 7i1 മൈനസ് 7i3 മൈനസ് 3i1 മൈനസ് 4i2 ഇസ് ഈക്വൽ ടു 50. 3i1 എന്ന് പറയുന്നത് 3i1 ഈസ് 9/4i3. അല്ലെങ്കിൽ i3നെ മാറ്റിയാലും മതി. i3 എന്ന് പറയുന്നത് വേണ്ട, i1 i2 എല്ലാം മൊത്തം i3ന്റെ ടേമിലേക്ക് വരട്ടെ. എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ i1 i2 നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടും. യെസ്, അതായിരിക്കും ഏറ്റവും നല്ലത്. സോ 7i3 മൈനസ് ഓഫ് 3i1 ഈസ് 9/4i3 മൈനസ് 4i2, ഇവിടെ 3i2 ഉണ്ട്, അത് ഡിവൈഡ് ചെയ്താൽ മൈനസ് 8/3 3 i3 is equal to 50. So that is 7i3 minus of ഇവിടെ 4ന്റെ 3ന്റെ LCM എടുത്താൽ 12ലേക്ക് LCM എടുക്കുമ്പോൾ ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27, ഇവിടെ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32. 27 plus 32 i3 that is equal to 50. ഈ 12 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 84i3 മൈനസ് ഓഫ് 27 പ്ലസ് 32 59i3 all divided by 12 is equal to 50. നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 84 മൈനസ് 59 I think 25i3 divided by 12 is equal to 50. 25ഉം ഈ 50യും കൂടി ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 2 എന്ന് വരും. ഈ 12 അങ്ങോട്ട് ക്രോസ് ചെയ്താൽ i3 is equal to 12 into 2 24 ആംപിയർ. അത് i3 ആണ്. ഈ 24 ആംപിയർ നമ്മൾ തിരിച്ച് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് i1ഉം i2ഉം കിട്ടും. ഈ i3 24 ആംപിയർ ആണ്. സോ ഫ്രം ഹിയർ i1 is equal to 24ൽ 4 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 6 വരും. 3 into 6 18 ആംപിയർ. അതേപോലെ ഇവിടെ നമുക്ക് i2 സോൾവ് ചെയ്യാം. i2 അവിടെ i3 24 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. i3 ഇവിടെ 24 കൊടുക്കുമ്പോൾ 3 24 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 8 വരും. 2 into 8 16 ആംപിയർ വരും. അപ്പോൾ i1 എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെ നേരെ താഴോട്ടേക്കാണ്. ഈ i1 ഇങ്ങനെ നേരെ താഴോട്ടേക്ക് ഇവിടെ ഒരു 18 ആംപിയർ ഫ്ലോ ചെയ്യുന്നുണ്ട്. മുകളിലോട്ടേക്ക് ഒരു 16 ആംപിയർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇത് രണ്ടിൻ്റെ കൂടെ ഡിഫറൻസ് ആണ് വരിക. ദിസ് ഇസ് 18 ആംപിയർ ഡൗൺവേർഡ്സ് ആൻഡ് 16 ആംപിയർ അപ്വേർഡ്സ്. സോ ഇറ്റ്സ് ഡിഫറൻസ് ഓഫ് 18 ആംപിയർ ആൻഡ് 16 ആംപിയർ ഈസ് 2 ആംപിയർ ഓപ്ഷൻ 1. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ നിങ്ങൾ ജസ്റ്റ് സീരീസിൻ്റെ ഫോർമുല പഠിച്ചുകൊണ്ടോ പാരലലിൻ്റെ ഫോർമുല പഠിച്ചുകൊണ്ടോ ബാലൻസ് പിടിച്ച് സോൾവ് ചെയ്യാൻ പഠിച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ നീറ്റിനും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ജെയ്ക്ക് മുന്നേ തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2025 നീറ്റിന് ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യനാണ് മറ്റൊന്ന് എനിക്ക് കുട്ടികൾ വളരെ ഡിഫിക്കൽട്ടാണ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഒന്നായിട്ട് എനിക്കൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ഞാനത് നോക്കിയ സമയത്ത് കുറച്ചൊന്ന് ചെയ്യാനുള്ളതായിട്ട് തോന്നി. പക്ഷേ ഇത് നോക്കാം, അത്ര പണിയില്ല. എന്നാൽ കുട്ടികളുടെ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്റ്റിൽ ദിസ് ഇസ് ഈസി. നോക്കാം. എ ബോബ് ഓഫ് ഹെവി മാസ് m ഈസ് സസ്പെൻഡഡ് ബൈ എ ലൈറ്റ് സ്ട്രിങ് ഓഫ് ലെങ്ത് L. അത് L ലെങ്ത്തുള്ള ഒരു സ്ട്രിങ്ങിൽ ഒരു m മാസ് ഇവിടെ ഇങ്ങനെ കുത്തനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. The bob is given a horizontal velocity v0 as shown in the figure. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു v0 വെലോസിറ്റി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുമല്ലോ. ഇങ്ങനെ തൂക്കിയിട്ട സാധനം താഴത്ത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങും. ഇഫ് ദ സ്ട്രിങ് ഗെറ്റ്സ് സ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടെൻഷൻ ഒന്നുമില്ല, ടെൻഷൻ 0 ആയിപ്പോൾ അത് സ്ട്രിങ് ഇങ്ങനെ ലൂസായി നിൽക്കുക. അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെലോസിറ്റി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ്, ആ ടെൻഷൻ ആണല്ലോ അതിന് ഇങ്ങനെ കറങ്ങാനുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ മുകളിൽ ടെൻഷൻ അനുഭവപ്പെടും. പക്ഷേ ഇതിങ്ങനെ കറങ്ങി ഒരു പ്രത്യേക പോയിന്റിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് ഉണ്ട്, അത് കറങ്ങുന്നുണ്ട്, അവിടെ നിന്ന് കൂടി വീഴുന്നല്ല. പക്ഷേ ആ സമയത്ത് അതിൻ്റെ ടെൻഷൻ 0 ആണ്. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ദ സ്ട്രിങ് ഗെറ്റ് സ്ലാക്ക് എന്ന് പറയാം. അറ്റ് സം പോയിന്റ് പി, ഇങ്ങനെ ഒരു പി എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ കറങ്ങുന്നുണ്ട്, അവിടെ നിന്നോ താഴോട്ട് വീഴുന്നോ ഒന്നുമല്ല, ബട്ട് ഇറ്റ്സ് ടെൻഷൻ ഈസ് 0. മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. കറക്റ്റ് ഫിഗർ അവിടെ തന്നിട്ടുണ്ട്, അവിടെ മനസ്സിലാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് വി ഓഫ് ദ ബോബ് അറ്റ് ദിസ് പോയിന്റ് പി. അപ്പോൾ ഇവിടെ നിന്നൊരു വെലോസിറ്റി വി ഉണ്ട്, ഒരു വെലോസിറ്റി വെക്ടർ ഇങ്ങനെ ടാൻജൻഷ്യൽ ആയിട്ടുണ്ടോ. പക്ഷേ നമുക്കൊരു വെക്ടർ ഒന്നും വേണ്ട, അതിൻ്റെ സ്പീഡ് മാത്രം മതി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വി അത് നേരത്തെ ഉണ്ടായിരുന്ന സ്പീഡ് ഇവിടെ ഇനീഷ്യലി കൊടുത്ത v0 ആയിട്ട് ആ സമയത്തുള്ള അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് ഒരു വെർട്ടിക്കുലർ സർക്കുലർ മോഷനിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു ബോഡീൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് m/r × u² - 3gh + gr ആണ്.
ഇപ്പോൾ ഈ ഫോർമുല ക്ലാസ്സുകളിലൊക്കെ നീറ്റ് ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്തും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്തൊക്കെ ഈ ഫോർമുല എന്നെ അന്ന് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഫോർമുല അറിയാം, അങ്ങനെ തന്നെയാണ്. അന്ന് ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ഒരു ഫോർമുലയാണിത്. എനിവേ ഈ ടെൻഷൻ ഇവിടെ 0 ആവുകയാണ്. ഈ യു സ്ക്വയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് m/r ഒന്നിന് വേണ്ട, ഇത് v0 സ്ക്വയർ ആണ്. -3g × h എന്ന് പറയുന്നത് വരെയുള്ള ഹൈറ്റ് ആണ്. താഴെ നിന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു L ഇങ്ങനെ താഴെയുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു L ഉണ്ട്, പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തീറ്റ ആണെങ്കിൽ ഇത് അതിൻ്റെ സൈൻ കോമ്പണൻറ്റ്, ഇത് L സൈൻ തീറ്റ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് L × 1 + സൈൻ തീറ്റ പ്ലസ് GL. റേഡിയസ് ആണ് ഇവിടെ ലെങ്ത് L ആയിട്ട് എടുക്കുന്നത്. ഈ GR എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന റേഡിയസ് ആണ്, GH എന്നുള്ള ഉദ്ദേശിക്കുന്ന ഹൈറ്റ് ആണ്. ഓക്കെ, സോ v0 സ്ക്വയർ ഈസ് ഈക്വൽ ടു GL × GL ഇവിടെ കോമൺ ഫാക്ടർ ആണ്. ഈ 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 3 + 3 സൈൻ തീറ്റ -1, ദാറ്റ് മീൻസ് GL × 3 - 1 2 + 3 സൈൻ തീറ്റ. 2 + 3 സൈൻ തീറ്റ മിക്കവാറും എല്ലാ ഓപ്ഷനിലും കാണാനുണ്ട്. ന്യൂമറേറ്ററിൽ 1 ആണോ കോസ് തീറ്റ ആണോ സൈൻ തീറ്റ ആണോ അതിനും കൂടെ തീരുമാനമായാൽ മതി. അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ, നമുക്കറിയാം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതൊരു കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷനാണ്. നിങ്ങളുടെ വെർട്ടിക്കലി നിങ്ങൾ കറങ്ങുന്ന സമയത്ത് ഏത് പോയിന്റിൽ നിന്ന് കഴിഞ്ഞാലും അതിൻ്റെ ആക്സിലറേഷൻ G ഡൗൺവേർഡ് ആണ്. അതുകൊണ്ട് കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് v² = u² + 2as ഈ ഫോർമുല യൂസ് ചെയ്യാം. v = u + at, v² = u² + 2as, s = ut + ½ at². ഇതെല്ലാം കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് ഒരു പ്രശ്നം ഇവിടെ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസർവേഷൻ ഓഫ് എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാസ് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇതേപോലെ തന്നെ ആവും. കൺസർവേഷൻ ഓഫ് എനർജിയും യൂസ് ചെയ്യാം. എനിവേ ഇതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ ഇവിടെ v² = v0 സ്ക്വയർ, u സ്ക്വയർ എന്ന് പറഞ്ഞാൽ v0 സ്ക്വയർ പ്ലസ് 2 G ഡൗൺവേർഡ് അല്ലേ, സോ -2g s എന്ന് പറയുന്നത് അഗൈൻ ഇത് രണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ദാറ്റ് ഈസ് GL × 1 + സൈൻ തീറ്റ. ഇനി ഇതിന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ട. അപ്പോൾ ഈ v0 കൊണ്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഇവിടെ ഒരു 2GL ഉണ്ട്, ആ GL-നെ നമുക്ക് v0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2/3 സൈൻ തീറ്റ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. സോ v² = v0 സ്ക്വയർ മൈനസ് 2 × GL ഈസ് v0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 + 3 സൈൻ തീറ്റ ഇൻറ്റു 1 + സൈൻ തീറ്റ. ഇനി നമ്മൾ ഈ v0 അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യുക. സോ v² ഡിവൈഡഡ് ബൈ v0 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് ഓഫ് 2 ഇൻറ്റു ഇവിടെ നിന്ന് v0 പോവും. സോ 1 + സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2 + 3 സൈൻ തീറ്റ. ബാക്കി അപ്പുറത്തെ പേജിൽ എഴുതാം. അപ്പം എന്താ നമുക്ക് കിട്ടിയേ? v² ഡിവൈഡഡ് ബൈ v0 സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 1 മൈനസ് ഓഫ് 2 + 2 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2 + 3 സൈൻ തീറ്റ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇവിടെ ക്യാൻസൽ ആവും. 3 സൈൻ തീറ്റ - 2 സൈൻ തീറ്റ, സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2 + 3 സൈൻ തീറ്റ. ആര്? v ഡിവൈഡഡ് ബൈ v0 ദി ഹോൾ സ്ക്വയർ. സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ v/v0 ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2 + 3 സൈൻ തീറ്റ ഹോൾ റൈസ് ടു 1/2. അത് നമുക്കിവിടെ ഈ ഓപ്ഷനിൽ കാണാം. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2 + 3 സൈൻ തീറ്റ ഹോൾ റൈസ് ടു 1/2 നമുക്കിവിടെ ഓപ്ഷൻ 3 കാണാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ നീറ്റിന് ഇത് പഠിക്കുക എന്നുള്ളതല്ല. നീറ്റ് എന്തായാലും കഴിഞ്ഞു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതൊരു അത്യാവശ്യം ഒരു JEE ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അഡ്വാൻസ്ഡിന് ഇങ്ങനെ തന്നെ വരുന്നല്ല, ഏകദേശം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ആ നിലക്ക് മനസ്സിലാക്കിയിട്ട് ഇത് പഠിക്കുക. നീറ്റ് പോലും വളരെ ടഫായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ JEE അഡ്വാൻസ്ഡൊക്കെ എന്തായിരിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാവില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.